അസ്സലാമലൈക്കും. പനി ചുമയൊക്കെ ആയി മക്കളെ. പിന്നെ രാവിലത്തെ കാപ്പി അപ്പവും സാമ്പാറും വഴുതനങ്ങ പൊരിച്ചതും. പിന്നെ മസ്റുമോൾക്ക് ഇന്നത്തെ ഫുഡാണ്. മസ്റുമോൾക്കും ചെറിയ ചുമയുണ്ട്. വെള്ളം തിളപ്പിക്കുന്നു, ഞവരയില ഇട്ടിട്ട്. ചുമയുണ്ടെങ്കിൽ മാറും. നല്ല ഒറ്റമൂലിയാണ്. പിന്നെ അതാ ചോറ്, പിന്നെ വഴുതനങ്ങ പൊരിച്ചത്, അച്ചാർ. പിന്നെ സാമ്പാർ കൊണ്ടുപോകുമോ എന്തോ സ്കൂളിൽ. സാമ്പാറും കൊണ്ടുപോകില്ലാന്ന് തോന്നുന്നു, ചോദിക്കണം. അച്ചാർ മതി. പിന്നെ ആരെങ്കിലും ഒരു കറികളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും തോന്നുന്നു. മസ്റുമോൾക്കും തീരെ വയ്യ. മസ്റുമോളൊന്ന് സ്കൂളിൽ പോയില്ലെങ്കിൽ മുത്തുമോനും മിച്ചുമോനും പോകില്ല. അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ച് മസ്റുമോൾ പോട്ടെ. ഇനിയിപ്പം ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുട്ടയൊന്നും കൊടുക്കുന്നില്ല. അവൾക്ക് മുട്ടയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവളെ എണീച്ച് ഫ്രഷ് ആവണ്. പിന്നെ കുഞ്ഞൂട്ടൻ കിടന്നുറങ്ങുന്നു. അന്നത്തെ തെളിഞ്ഞ അന്തരീക്ഷം. ഒരു യൂണിഫോമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് കഴുകുക, ഉണക്കുക, ഫാനിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത്. പൊടി ഉറങ്ങുന്നുണ്ട. ഇന്ന് വെളുപ്പാങ്കാലത്തെ പറഞ്ഞ് നാളെ ഞാൻ സ്കൂളിൽ പോകൂല നിന്ന്. എണീക്കുമ്പോൾ എന്ത് പാടുന്നറിയില്ല. മക്കളൊക്കെ കിടന്നുറങ്ങണു. പിന്നെ രാവിലെയുള്ള ഒരുക്കങ്ങളും. പനിയായതുകൊണ്ട് ഒരു ശരീരം ഭയങ്കര പെയിനും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് മരുന്നൊക്കെ കഴിച്ച്. പിന്നെ മക്കള് മുത്തുമോനും മിച്ചുമോനും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് മസ്റുമോൾക്കുമാണ് പ്രശ്നം. മസ്റുമോൾ ഇതാ വന്ന് എല്ലാവർക്കും സലാം പറഞ്ഞു വിടും. കുറവുണ്ടാക്കളെ. ഇത് കഴിക്ക്. വെള്ളം കുടിക്കരുത്. ഇത് കഴിക്ക്. തറയിരിക്കല്ലേ. ഇതൊന്ന് ഗ്ലാസ് ഇട്. സ്റ്റീൽ ഗ്ലാസ്. ആ വെള്ളം കുടിക്ക്. ഇരുന്നിട്ട് കുടിക്ക്. ഇതാ കസേര. ഞാൻ കസേര എടുത്തുകൊണ്ട് തരാം. അവിടെ ഈ തറയിരിക്കേണ്ട തണുപ്പ്. പാപ്പതോ പോണ്. ഒരാൾ സ്കൂളിൽ ചോറ് ഉണ്ടെങ്കിൽ ഒരാൾ ഇപ്പം സ്കൂളിൽ നിന്ന് ചോറ് തിന്നും. കാരണം അവരെ കൂട്ടുകാരൊക്കെ അവിടെ നിന്നാണ് ചോറ് തിന്നണേന്ന് പറഞ്ഞ്. ഇരിക്കേ. വെള്ളം കുടിച്ചേ? ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് രാവിലത്തെ വിശേഷം. മസ്റൂനെ വിട്ടിട്ട് വന്നിട്ടാണ് മുത്തുമോനെ മിച്ചുമോനെ സ്കൂള് വിടുന്നത്. നല്ല വെട്ടി തിളക്കിയിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സത്ത് ഇറങ്ങിയിട്ട് വേണം അവൾക്ക് കൊടുക്കാൻ. ചുമയ്ക്ക് നല്ല ശമനമാണ്. തൊണ്ടക്കുത്തലൊക്കെ മാറും. അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.